ഹായ് എവരി വൺ, വെൽക്കം ടു സോൾ ഓഫ് ക്രോഷേ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ്. ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചുകളിലെ അവസാനത്തെ സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷേ. അതിനായി ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ തുടങ്ങാം. ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നതിനായി ഞാനിവിടെ 14 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് വെച്ചേക്കുന്നത്. അതിൽ നിന്നും ആദ്യത്തെ 4 ചെയിൻ സ്റ്റിച്ചുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് 5ാമത്തെ ചെയിനിലേക്കാണ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മുടെ വർക്കിംഗ് ആണ് കൂടാതെയുള്ള 4 ചെയിൻ സ്റ്റിച്ചുകളാണ് സ്കിപ്പ് ചെയ്യുന്നത്. അതിനായി ആദ്യമേ തന്നെ യാൺ ഓവർ ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നതിന് 2 തവണയാണ് യാൺ ഓവർ ചെയ്യേണ്ടത്. 1 2 2 തവണ നമ്മൾ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്യുമ്പോൾ ഹുക്കിന്മേൽ 3 ലൂപ്സ് തന്നെ ഉണ്ടാവും. 3 ലൂപ്സ് തുടക്കത്തിലേ ഉണ്ടാവും. ആ 3 ലൂപ്സാണ് ഇപ്പോൾ കാണുന്നത്. ആ 3 ലൂപ്സിനെ വെച്ചുകൊണ്ട് തന്നെ ഫിഫ്ത്ത് ചെയിനിലേക്ക് നമ്മൾ 5th ചെയിനിലേക്കാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 5ത്തിലേക്ക് ഹുക്കിനെ ഇൻസർട്ട് ചെയ്യാം. 3 ലൂപ്സോടുകൂടി തന്നെ ഇൻസർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് ചെയിനിൽ നിന്നും ഹുക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹുക്കിന്മേൽ 4 ലൂപ്സ് ഉണ്ടാവും. 4 ലൂപ്സിനെ ആദ്യത്തെ 2 ലൂപ്സിനെ നമുക്ക് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ബാക്കി 3 യാണും ഉണ്ടാവും, ലൂപ്സ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും കൂടെ കളയുമ്പോൾ വീണ്ടും 2 ലൂപ്സ് ഉണ്ടാവും. ആ 2 ലൂപ്സിനെ വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും കൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ട്രിപ്പിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യേണ്ട 1 2 2 തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ലൂപ്സ് ഉണ്ടാകും. ഈ 4 ലൂപ്സിനെ ആദ്യത്തെ 2 ലൂപ്സിനെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും 3 ലൂപ്സ് നമ്മുടെ ഹുക്കിന്മേലുണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്സിനെയും കൂടെ പുറത്ത് കളയുമ്പോൾ വീണ്ടും 2 ലൂപ്സ് ബാക്കിയുണ്ട്. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും കൂടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷേ റെഡിയായി. ബാക്കിയുള്ള ചെയിനിലേക്ക് നമ്മളിതുപോലെ തന്നെ ചെയ്യാം. ലാസ്റ്റ് ചെയിനിലേക്കും കൂടെ ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് നമ്മുടെ ഈ ഫുൾ ചെയിനിലേക്കും ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫുൾ ചെയിനിലേക്കും നമ്മൾ ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ 14 ചെയിൻ സ്റ്റിച്ചുകളാണ് ഇട്ടുന്നത്. അതിൽ നിന്ന് 4 എണ്ണത്തിനെ സ്കിപ്പ് ചെയ്ത് ബാക്കി 10 ചെയിനിലേക്കും നമ്മൾ ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അതിൽ 10 ചെയിനിലേക്ക് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തതും തുടക്കത്തിൽ സ്കിപ്പ് ചെയ്ത 4 ചെയിനുകളും കൂടെ ചേർത്താണ് 11 വന്നിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഹൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചുകളെ സ്കിപ്പ് ചെയ്യും. അതാണ് തുടക്കത്തിലുള്ള ലാസ്റ്റ് കാണുന്ന ആ
ട്രിപ്പിൾ ക്രോഷേ. അത് ചെയിനുകളാണ്, ട്രിപ്പിൾ ക്രോഷേ അല്ല, പക്ഷേ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇനി ഇതിനെ മുകളിലേക്ക് ചെയ്യണമെങ്കിലും വീണ്ടും നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചുകൾ ഇടുക. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ചുകളാണ്. നമ്മൾ എത്രയാണോ ചെയിനാണോ സ്കിപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ നേരവും ഇടുന്നത്. ഇനി വീണ്ടും ട്രിപ്പിൾ ക്രോഷേ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ചെയ്യുന്നത്. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ട താഴെ നമ്മൾ ചെയ്യില്ല, അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലേക്കാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുഴുവൻ ചെയിനിലേക്കും അതേപോലെ മുകളിലേക്കുള്ള മുഴുവൻ ചെയിനിലേക്കും നമ്മൾ ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലുള്ള കൂടെ ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ 4 ചെയിൻ സ്റ്റിച്ച് ഇടുക, മുകളിലേക്ക് ചെയ്യുക.